ഹായ് ഡിയേഴ്സ്, ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ്, അവരുടെ ഇൻറ്റൻഷൻ എന്താണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല. ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക, ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സൊക്കെ ഓർത്തെടുക്കുക. അപ്പോൾ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ്. ആ വ്യക്തി സാഡാണോ, ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്, എന്താണ് അവരുടെ കറണ്ട് എനർജി, കറണ്ട് സിറ്റുവേഷൻ. നിങ്ങൾക്കും ആകാംക്ഷ ഉണ്ടാവും അതറിയാൻ വേണ്ടിയിട്ട്. എന്താണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ, എന്ത് കാര്യമാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്. യെസ്, ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് മെച്യൂരിറ്റി എന്ന് പറയുന്നൊരു കാർഡാണ്. വളരെയധികം മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ചിലപ്പോൾ വയസ്സിന് വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ തമ്മിൽ. കുറച്ച് മെച്യൂരിറ്റി ഉള്ള, കുറച്ച് ഏജുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം ഷെയർ ചെയ്തിരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കണം അത്. അതായത് എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തിരുന്നു. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ അവരെ ട്രസ്റ്റ് ചെയ്യൂ എന്നവർ പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ഒരുപാട് സ്നേഹം ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് മനസ്സിൽ, പക്ഷെ അവരത് കാണിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അവരെ വിശ്വാസമില്ലാത്തത്. പക്ഷേ അവർ നിങ്ങളോട് പറയുകയാണ് എന്നെ മനസ്സിലാക്കൂ എന്നുള്ളത്. അതായത് അവരെ നിങ്ങൾ മനസ്സിലാക്കണം എന്നവർ വളരെയധികം ആഗ്രഹിക്കുകയാണ്. അവരെ മനസ്സിലാക്കൂ എന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. അവർക്ക് ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷേ അവരത് പ്രകടിപ്പിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നില്ല, അറിയില്ല അവർക്കത് പ്രകടിപ്പിക്കാൻ. അവർ മനസ്സിലാക്കൂ എന്നവർ നിങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ട്. ചില പേർക്കുള്ളിൽ സ്നേഹം ഉണ്ടാവും, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അറിയില്ലായിരിക്കും. അവരത് അവരുടെ മനസ്സിൽ വയ്ക്കുക ചെയ്യുന്നത്. പക്ഷേ നമുക്കത് ബുദ്ധിമുട്ടാവും. കാരണം ഫിസിക്കലി മെൻ്റലി ഒക്കെ എല്ലാം ഷെയർ ചെയ്തിരുന്ന റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് സ്നേഹം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ വിഷമാവും. പക്ഷേ സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾക്കത് അറിയേയില്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മണി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നുമുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അവർ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. മറ്റൊരാളെന്ന് പറയുമ്പോൾ അത് ഒരു പേഴ്സൺ ആണ് കേട്ടോ, അങ്ങനെയൊന്നുമല്ല. എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. അവരുടെ മനസ്സിൽ വളരെയധികം ആങ്സൈറ്റിയും അതേപോലെ ടെൻഷനും ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്ന് അവർക്കിപ്പോഴും അറിയില്ല. നിങ്ങളിഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവിടെ ഒരു പേടി, മറ്റുള്ള ആൾക്കാരുടെ പ്രാർത്ഥനകൾ, ഇതെല്ലാം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സം നിൽക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയാകട്ടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയതാണ്, പക്ഷേ അവിടെ നിന്ന് വീണ്ടും റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു ഫാമിലി അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ഒക്കെ നിങ്ങൾക്ക് നൽകണമെന്നും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ആഴത്തിൽ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ തടസ്സമായിട്ടൊരു തേർഡ് പാർട്ടി ഉണ്ട്. അത് സിറ്റുവേഷൻ ആകാം, വ്യക്തിയാകാം, എന്തും ആകാം. ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് അല്ലെങ്കിൽ വ്യക്തി കൊണ്ട്
ഈ ഒരു പേഴ്സണ് ഒട്ടും എനർജി ഇല്ല. അതായത് മറ്റൊരാളിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തെ ആകെ തകർത്തിട്ടുണ്ട്. ചിലപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇടപെട്ടിട്ടുണ്ടാവാം, പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ബന്ധം അകന്നു പോയിട്ടുള്ളത്. എന്തായാലും നിങ്ങളുമായിട്ടുള്ള ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ പിണക്കം, ചെറിയ പിണക്കവും ആകാം, അതെല്ലാം ഈ ഒരു വ്യക്തിയെ മാനസികമായി തളർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ സ്വഭാവത്തിലും പ്രശ്നമുണ്ട്. ഇവർ സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കില്ല. വീണ്ടും ആ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്, സ്നേഹമുണ്ട് പക്ഷെ ഞാനത് കാണിക്കില്ല. പിന്നെ എങ്ങനെ മനസ്സിലാവും സ്നേഹം ഉണ്ടെന്നുള്ളത്? സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. ഉള്ളിൽ വെച്ചിട്ട് യാതൊരു കാര്യമില്ലാത്തൊരൊന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട്. 43 എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് ആകാം, പേഴ്സൻ്റെ ഏജ് ആകാം. ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വലിയ വാല്യൂ ഉണ്ട്, സ്നേഹവും ഉണ്ട്. 44 നിങ്ങളുടെ ഏജ് ആകാം, പേഴ്സൻ്റെ ഏജ് ആകാം. ഹൃദയം മുഴുവനും സ്നേഹമാണ്. ഹൃദയം തുറന്ന് കാണിക്കുകയാണ്, ദാ എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമാണുള്ളത്. നേരത്തെ പറഞ്ഞിട്ടില്ല, പ്രകടിപ്പിച്ചിട്ടില്ല, പക്ഷെ ഇപ്പോൾ അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ്. ട്വിൻ ഫ്ലെയിം ജേണി ആകാം. ഇവർ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. മുമ്പൊരിക്കൽ നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് അവർ ഒറ്റപ്പോക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ വേണ്ടാന്ന് വെച്ച് അവർ പോയി, എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാകാം. എനിക്ക് പറ്റില്ല ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞിട്ട് അവർ മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഒരു ഗോഡസിനെ പോലെ അല്ലെങ്കിൽ ഗോഡിനെ പോലെയൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട്. അത്രയും പ്രഭ തോന്നുകയാണ് ഇവർക്ക്. നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ കൊടുത്തിട്ട് വളരെ സുന്ദരിയായിട്ട് സുന്ദരനായിട്ടൊക്കെ ഇവർക്ക് തോന്നുകയാണ്. അതായത് അത്രയും പവർഫുൾ ആണ് നിങ്ങൾ. അപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അഗാധമായിട്ടുള്ള ഒരു പ്രണയം തോന്നുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട്. അതാണ് ഫസ്റ്റ് കാർഡ്. നിങ്ങൾക്കിപ്പോൾ അവരുടെ മനസ്സിൽ വാല്യൂ ഉണ്ട്. അവരുടെ ഉള്ളിൽ നിങ്ങളാണെന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിസിഷനും അവർ ഇതുവരെ എടുത്തിട്ടില്ല. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങൾ ഇവരുടെ പിറകെ ചേസ് ചെയ്ത് പോയിട്ടുണ്ട്, സ്നേഹത്തിന് വേണ്ടിയിട്ട് കെഞ്ചിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെ ഇവർ രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് അവർ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിച്ചിട്ടില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരം നൽകാതെ എസ്കേപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെ ലീവ് ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത്, ദേഷ്യപ്പെട്ടിട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, ഞാൻ നിന്നെ സ്വപ്നം കാണുകയാണ്. ഇപ്പോൾ അവർ നിങ്ങളെ സ്വപ്നം കാണുകയാണ്. നിങ്ങൾ വേണ്ടാന്ന് വെച്ച് രക്ഷപ്പെട്ടു പോവുകയാണെന്ന് പറഞ്ഞു പോയതാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങളെ ഡ്രീം ചെയ്യുകയാണ്, സ്വപ്നം കാണുകയാണ്, മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അവർ നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട്. വളരെയധികം ബ്യൂട്ടിഫുൾ ഒരു ഹാൻഡ്സ് ആയിട്ടൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ. ചിലപ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കാണുമ്പോൾ എത്ര ഭംഗിയാണ്, എത്ര നല്ലതായിട്ടിരിക്കുന്നു എന്നവർക്ക് തോന്നുകയാണ്. ഈ ഒരു പേഴ്സണോട് ഒരു ഡിസിഷൻ പറയൂ എന്ന് പറഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെന്നിട്ടുള്ളത്. ചിലപ്പോൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പാലിക്കാതെ വന്നപ്പോഴായിരിക്കാം നിങ്ങൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയത്. അതൊക്കെ അവർക്ക് ഇറിറ്റേഷൻ ആയിട്ടുണ്ടാവുക. ഇവിടെ സ്പിരിച്വൽ കണക്ഷനാണ്. ട്വിൻ ഫ്ലെയിം ഈസ് നിയർ. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങളുമായിട്ടൊരു യൂണിയൻ അവർക്കുണ്ടാവും. എ മിറാക്കിൾ, ഒരു അത്ഭുതം. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു അത്ഭുതം പ്രതീക്ഷിക്കാം. അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാളും ബെറ്ററായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ നിങ്ങൾക്കരികിലേക്ക് വരിക. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരു മിറാക്കിൾ തന്നെ പ്രതീക്ഷിക്കാം. അവരുടെ സോൾ മെസ്സേജസ്, ഐ ഫീൽ അൺകംഫർട്ടബിൾ വിത്ത് യു. എനിക്ക് വല്ല കംഫർട്ടബിൾ ഒന്നും ആയിരുന്നില്ല നീ. ഐ കാൻറ്റ് അഫോർഡ് യുവർ ഡ്രീംസ്. എനിക്ക് നിൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനൊന്നും പറ്റില്ല. ഐ എം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. പക്ഷേ ഞാൻ എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. ഐ നോ യു ട്രസ്റ്റ് മീ. എനിക്കറിയാം നീ എന്നെ വിശ്വസിക്കുമെന്ന്. ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു. നിന്നോട് എന്ത് തെറ്റ് ചെയ്താലും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്.
അപ്പോൾ ഇതാണ് അവരുടെ സോൾ മെസ്സേജസ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് പേരിൻ്റെ ലെറ്റേഴ്സാണ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് DH TU Y A എന്നാണ് കിട്ടിയിട്ടുള്ളത്. F എന്ന് കിട്ടിയിട്ടുണ്ട്. Q എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് എടുക്കാനുള്ളത് പ്ലേസസ് ആണ്. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ബാംഗ്ലൂർ എന്നാണ് കിട്ടിയിട്ടുള്ളത്, കാസർഗോഡ്, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, വയനാട്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് എടുക്കാനുള്ളത് മോർ ക്ലൂ ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 17 ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, 32 ഏജ് ആവാം, 43 ഏജ് ആണ്. സ്മോൾ ഐസ്, ചെറിയ കണ്ണുകളായിരിക്കാം. ബിൽഡിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്ന ആളായിരിക്കാം, പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻ, അതുപോലെയുള്ള മെഡിക്കൽ റിലേറ്റഡ് ജോബ്. ബ്ലൂ ബട്ടർഫ്ലൈ നിങ്ങൾ പതിവായി കാണുന്നുണ്ടാവാം, റെഡ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടാവാം. ഇതൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സൂചനകളാണ്. ലോങ് ഫേസ്, ഫാദർ ചിലപ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ടോ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവാം. തിക്ക് മസാജ്, ബ്ലാക്ക് ഹെയർ, ബ്ലൂ കളർ, ലവ് ആൻഡ് അറേഞ്ച്ഡ് മാരേജ്, ഗ്രീൻ കളർ, ഫ്രണ്ട്സ്, ഡീപ്പ് കോംപ്ലക്ഷൻ, ലവ് മാരേജ്. 7 എന്ന ഡേറ്റ്, 11, 35 നിങ്ങളുടെ ഏജ് ആവാം, പേഴ്സൻ്റെ ഏജ് ആകാം, 44, 45, 999 ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാവാം, 222, 111, ലിയോ, ടോറസ്, ഏരീസ്, സ്കോർപിയോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ്. ഇവിടെ ബി അസർട്ടീവ്. നിങ്ങൾ എന്താണോ മനസ്സിൽ വിശ്വസിക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ വിസിബിളായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അതാണ് ഏഞ്ചൽ പറയുന്നത്. അതായത് ബി അസർട്ടീവ്. നിങ്ങൾ എന്താണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. അപ്പോൾ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് മെസ്സേജ് തരാണ്. അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ലവ് യു ഓൾ.